Draw SFT and BMD for the simply supported beam of length 9 meter carrying an UDL of 10 kilonewton per meter for a distance of 6 meter. അപ്പോൾ simply supported beam, okay, AB, അതിൻ്റെ total length 9 meter ആണ്. പക്ഷേ UDL it's only for 6 meter. Okay, from the left end എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Okay, and also calculate the maximum bending moment on the section. എപ്പോഴാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്? ഷിയർ ഫോഴ്സ് 0 ആയിരിക്കുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചെയ്യാം. ആദ്യം ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ റിയാക്ഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു RA പ്ലസ് RB, രണ്ട് സപ്പോർട്ടിലുള്ള റിയാക്ഷൻസ്. ടോട്ടൽ ലോഡ് എത്രയാ? ഈ ഒറ്റ UDL അല്ലേ വരുന്നത്. 6 മീറ്ററിന് UDL 10 കിലോമീറ്ററിനെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 kilonewton into 6 ആണ് ടോട്ടൽ ലോഡ്. ഓക്കെ, അപ്പം RA plus RB is equal to 60 kilonewton. Take this equation as 1. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് മൊമെൻ്റ് എടുക്കണം, എന്നാലേ ഏതെങ്കിലും ഒരു റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് A എടുക്കുമ്പോഴോ, ഈ RB ഇൻറ്റു ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഇത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. 10 into 6 ഇത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, അതുകൊണ്ട് ഈക്വൽ ടു സൈൻ ഇട്ട് രണ്ട് അപ്പുറത്തെ സൈഡ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ RB into 9 is equal to 10 into RB into 9 is equal to 10 into 6 into 6/2. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് RB എന്താണെന്ന് കിട്ടും. ഓക്കെ, RB കിട്ടിയ ഈക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ RA എന്താണെന്ന് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. രണ്ട് റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഈ റിയാക്ഷൻസ് കണ്ടുപിടിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് റിയാക്ഷനാണ്. റിയാക്ഷൻ അറ്റ് എ ആണ് അല്ലേ, അതിനകത്ത് വേറെ ഒരു ലോഡും ആക്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ RA അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറയുന്നത് എന്തുവാ? ഈ പോയിന്റിൽ എത്രയാ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ RA ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ്, ഓക്കെ, ലെഫ്റ്റ് അപ്പും റൈറ്റ് ഡൗണും ആണ് നമ്മൾ പോസിറ്റീവിന് നമ്മൾ എടുക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലെ അപ്പാണ്, അതുകൊണ്ട് +40. ഇത് താഴോട്ടാണ് വരുന്നത്, അതുകൊണ്ട് -10 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ്? 6 ആണ്. അപ്പോൾ 40 - 60 -20. സീനകത്ത് -20 ആണ് വരുന്നത്. ഇത് ഡയറക്റ്റായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു ജനറൽ ഈക്വേഷൻസും നമ്മൾക്ക് വച്ചിട്ട് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും എഴുതാം. അതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ജനറൽ ഈക്വേഷൻ ഫോർ ദ ഷിയർ ഫോഴ്സ് at the distance of x from A. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്, ഒരു എൻഡിലേന്ത് x മീറ്റർ എടുക്കുക. അപ്പോൾ ഈ പോയിൻറ്റിന് ഇതുവരെ ഉള്ള ഷിയർ ഫോഴ്സിൻ്റെ ജനറൽ ഈക്വേഷൻ നമ്മൾ എഴുതുക. അപ്പോൾ FX is equal to RA minus 10 into x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0, 6, 2 ഇടുമ്പോഴത്തേക്ക് ഓരോരോ പോയിന്റിലും എത്ര ഷിയർ ഫോഴ്സിന് നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് ഒരു ജനറൽ ഈക്വേഷൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം FX is equal to RA minus 10 minus x, 10 into x. ഓക്കെ, ഇപ്പോൾ x is equal to 0 ഇടുമ്പോഴത്തേക്ക് RA മാത്രമാണ്. x is equal to 6 ഇടുമ്പോഴത്തേക്ക് RA minus 10 into 6. ഇപ്പം നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ഈ നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു, റിയാക്ഷൻസും ഷിയർ ഫോഴ്സും കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഡയഗ്രാം വരച്ചിരിക്കുന്നത് RAനകത്ത് RA സപ്പോർട്ട് Aനകത്ത് നമുക്ക് 40 kilonewton ആണ്, പോസിറ്റീവ് ആണ്, അതുകൊണ്ട് +14 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് സി എന്തുവാ? -20 ആണ്. അപ്പോൾ സി പോയിന്റിലേന്ത് -20ൽ നമ്മൾ പോയിന്റ് വെച്ചു. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തുവാ? -20 ആണ്. അപ്പോൾ -20 അങ്ങനെ എഴുതി. ലെഫ്റ്റ് അപ്പ് റൈറ്റ് ഡൗൺ അല്ലേ പോസിറ്റീവ്, ഇത് റൈറ്റ് അപ്പാണ്, അതുകൊണ്ടാണ് -20. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ ഒരു ലോഡും ആകാത്തത് കൊണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഈ പോയിന്റിലേന്ന് ഈ പോയിന്റ് കണക്ട് ചെയ്യണം, അപ്പോഴത്തേക്ക് ഒരു പോയിന്റ് 0 ആകും. ഷിയർ ഫോഴ്സ് വിൽ ബി 0 അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ആ പോയിന്റ്, ആ ഡിസ്റ്റൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 എന്ന് കണ്ടുപിടിച്ചു, അത് ഏത് ഡിസ്റ്റൻസിലെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. അപ്പം നമുക്ക് ജനറൽ ഈക്വേഷൻ അറിയാം അല്ലേ? FX is equal to RA minus 10x is equal to 0. ആ പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്, അതുകൊണ്ട് is equal to 0 ഇട്ടിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു.
അപ്പോൾ എക്സ് 4 മീറ്ററിലായിരിക്കുമ്പോൾ ഷിയർ ഫോഴ്സ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത് തീർന്നു. ഈ പോയിന്റിലായിരിക്കും എന്തുവാ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ഈക്വേഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം എയിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ജനറൽ ഈക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എം അറ്റ് എക്സ്, ഓക്കെ, ഈ പോയിന്റിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തുമായിരിക്കും? ആർ എ ഇൻറ്റു എക്സ് മൈനസ് 10 ഇൻറ്റു എക്സ് ബൈ 2. ഓക്കെ, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലി സപ്പോർട്ട്സിലെ ബെൻഡിങ് മൊമെൻറ്റ് 0 എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ്. അപ്പം ആ ജനറൽ ഈക്വേഷനകത്ത് എം സി ഇസ് ഈക്വൽ ടു ആർ എ ഇൻറ്റു 6 മീറ്റർ മൈനസ് 10 ഇൻറ്റു 6/2. അപ്പോൾ ആർ സി എം സി നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 4ലെയാണ് ഷിയർ ഫോഴ്സ് 0 ആയിരിക്കുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്തുവാ? ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനറൽ ഈക്വേഷൻസ് എഴുതുക. ഓക്കെ, അത് എവിടെയെങ്കിലും സൈൻ ചേഞ്ച് ആവുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഏത് പോയിന്റിലാണ് 0 ആകുന്നതിനുള്ള ആ ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്തുവാ? നിങ്ങൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെൻറ്റിന് ജനറൽ ഇക്വേഷൻസ് എഴുതുക, പിന്നെ മാക്സിമം കണ്ടുപിടിക്കുക. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് 0 ആയിരിക്കത്തില്ലേ, ആ പോയിന്റിലും വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ പടം വരയ്ക്കണം. പിന്നെ അടുത്ത പ്രോബ്ലം, എ കാസ്റ്റ് അയൺ ബീം is of T section as shown in figure. The beam is simply supported on a span of 8 meter. The beam carries a UDL of 1.5 kilonewton per meter on the entire span. Determine the maximum tensile and maximum compressive stress. നമ്മുടെ ബീം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ അവർ തന്നു, ടി സെക്ഷനാണ്. ഓക്കെ, ഈ ബീമിനകത്ത് UDL ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഈ ബീമിനകത്ത് UDL ആണ്. UDL അതിൻ്റെ സ്പാൻ എത്രയാണ് തന്നിട്ടുള്ളത്? ഓൺ ദ എൻറ്റയർ സ്പാൻ 8 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 8 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ലെങ്ത്തും UDLൻ്റെ ലോഡും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടെൻസൈലും കംപ്രസീവ് സ്ട്രെസ്സും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ M/I is equal to F/Y. സ്ട്രെസ്, ബെൻഡിങ് സ്ട്രെസ് M/I is equal to F/Y. മേ ഐ ഫൗണ്ട് എലിസബത്ത് റാണി ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഇൻറ്റു Y ഡിവൈഡഡ് ബൈ I ആണ്. മാക്സിമം ടെൻസൈൽ ആൻഡ് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കംപ്രഷൻ വിൽ ബി അറ്റ് ദ ടോപ്പ് ആൻഡ് ടെൻഷൻ വിൽ ബി അറ്റ് ദ ബോട്ടം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ടി സെക്ഷനകത്ത് ഒരു പോയിൻറ്റിൻ്റെ മുകളിൽ കംപ്രഷൻ ആയിരിക്കും, താഴെ ടെൻഷൻ ആയിരിക്കും. അപ്പം നമ്മുടെ ടി സെക്ഷനകത്ത് ടോപ്പിൽ കംപ്രഷനും ബോട്ടമിൽ ടെൻഷനും ഇല്ലേ? അപ്പോൾ അത് ഏത് പോയിന്റിലെയാണ് കംപ്രഷൻ വരുന്നത്, ഏത് പോയിന്റിലെയാണ് ടെൻഷൻ വരുന്നത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ന്യൂട്രൽ ആക്സിസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ ഓഫ് ന്യൂട്രൽ ആക്സിസ് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് മസ്റ്റ് ബി യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ന്യൂട്രൽ ആക്സിസ് ഫ്രം ദ ബോട്ടം ലെന്ത്. ഓക്കെ, അപ്പോൾ A1 Y1 പ്ലസ് A2 Y2 ഡിവൈഡ് ബൈ A1 Y1 A1 പ്ലസ് A2. ഇപ്പോൾ A1 എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷൻ എന്തുവാ? 100ഉം 20ഉം. ഇത് നമ്മൾ 1 എടുത്തിരിക്കുക, ഇത് 2 എടുത്തിരിക്കുക. അപ്പോൾ 100 ഇൻറ്റു 20, ഓക്കെ, ഇൻറ്റു ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഡെപ്താണ്, ഹൈറ്റാണ്, ഫ്രം ദ ബോട്ടം ആണ്. അപ്പോൾ 80 പ്ലസ് 20 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, 80 പ്ലസ് 20 ഡിവൈഡ് ബൈ 2 പ്ലസ് A2 എന്ന് പറയുന്നത് ഈ പോർഷനാണ്, സെക്കൻഡ് പോർഷൻ. ഇത് 80 mm തന്നിട്ടുണ്ട്, ഇത് 20 mm തന്നിട്ടുണ്ട്. അപ്പോൾ 20 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഡിവൈഡ് ബൈ A1 പ്ലസ് A2. ഓക്കെ, അപ്പോൾ Y ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം നമുക്ക് 67.77 mm കിട്ടി. ഓക്കെ,
അപ്പോൾ സ്റ്റെപ്പ് 2 എന്തുവാ? നമ്മൾ ഈ ഫോർമുലനകത്ത് എം നമുക്കറിയത്തില്ലല്ലോ, അപ്പോൾ എം കണ്ടുപിടിക്കണം. അപ്പോൾ ആ എം എങ്ങനെ കണ്ടുപിടിക്കാം? യു ഡി എൽ ആയതുകൊണ്ട് WL²/8 ആണ്. W വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏരിയ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, /8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത് ലെങ്ത് L² ആണ്, 8² ആണ്, 8 മീറ്റർ ആണ്. ഓക്കെ, മീറ്ററിലാണ് ഇരിക്കുന്നത്. മീറ്റർ എമ്മിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 1000 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 8000² ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് എന്തുവാ? 1000 എന്തുവാ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ kN/m ആണ്. അപ്പോൾ മീറ്റർ എമ്മിലോട്ട് മാറ്റേണ്ടേ, അതുകൊണ്ടാണ് ഇൻറ്റു 1000 താഴെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടൺ എമ്മിലോട്ട് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, I വേണം അല്ലേ? അപ്പോൾ അടുത്ത I ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, I എന്ന് പറയുമ്പോൾ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലേ, ടോപ്പ് ഫ്ലാൻസും ആ വെബുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ I ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ടോപ്പ് ഫ്ലാൻസ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് പ്ലസ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി വെബ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ആദ്യം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ടോപ്പ് ഫ്ലാൻസ് അബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫ്ലാൻസ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഫ്ലാൻസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യാവോ BD³ / 12 + ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെൻറ്റർ ഓഫ് ന്യൂട്രൽ ആക്സിസിലേന്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 32.33 - 10. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസ് എന്താണ് കിട്ടി. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി വെബ് അബൌട്ട് ദ ന്യൂട്രൽ ആക്സിസോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. BD³ + ഏരിയ ഇൻറ്റു ന്യൂട്രൽ ആക്സിസിൻ്റെ ഡിസ്റ്റൻസിലേருந்து ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ ഭാഗത്തിൻ്റെ ആ വെബിൻ്റെ. അപ്പോൾ 80/2 ദാറ്റ് ഈസ് 40. ഇത് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2 മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടി, ഫൈനൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, പിന്നെ എന്തായാലും അടുത്ത് ഫൈനലി മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സ് എന്തുവാ? ബോട്ടം പോർഷനാണ്. അപ്പം നമ്മുടെ Y ബാർ എന്തുവായിരിക്കും? 67.77. ഓക്കെ, കംപ്രസീവ് സ്ട്രെസ്സ് ടോപ്പ് പോർഷനാണ്. അപ്പം നമ്മുടെ Y ബാർ എന്തുവായിരിക്കും? 32.23 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ടെൻസൈൽ സ്ട്രെസ്സും മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ.